ബിജോയ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സാറ്റർഡേ ന്യൂസുകൾ നമുക്കറിയാം. എഡിറ്റോറിയൽ പേജിലൊക്കെ ആകെപ്പാട് 2 എഡിറ്റോറിയൽസും പിന്നെ 2 ആർട്ടിക്കിൾസും മാത്രമേ കാണുള്ളൂ. ബാക്കി ഓപ്പോസിറ്റ് എഡിറ്റോറിയൽ പേജ്, അതുപോലെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജ് അതൊന്നും കാണുന്ന ദിവസമല്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് തീർക്കാൻ പറ്റും. ഫ്രണ്ട് പേജിൽ പോലും അങ്ങനെ വലിയ ന്യൂസുകളൊന്നുമില്ല. കോൺഗ്രസ് ഓൾവേസ് ചൂസ് പവർ ഓവർ കോൺസ്റ്റിറ്റ്യൂഷൻ, സേസ് രാജ്നാഥ് സിംഗ്. ഇത് സംഭവം വേറൊന്നുമല്ല. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 75th അഡോപ്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി that happened in 1949 November 26. So now 75 years have completed after that incident. അപ്പോൾ ആ ഒരു അഡോപ്ഷൻ ബൈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്ഷൻ, അതിന്റെ 75th ആനിവേഴ്സറി ആണ്. ടു commemorate that, India government decided to discuss about our constitutional values for 2 days in our Indian Parliament. Now in the ongoing winter session. അത് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. അതിൽ ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഒരു സ്പീച്ച് ഒക്കെ നടത്തി അതിനെ കുറിച്ച്. ഇനി പ്രൈം മിനിസ്റ്ററിന്റെ കൺക്ലൂഡിംഗ് റിമാർക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതാണ് ഇപ്പൊ വിന്റർ സെഷൻ ഓഫ് ഇന്ത്യൻ പാർലമെന്റ് അവസാനിക്കാറായി. ഇനി ഒരു 10 ദിവസം കൂടെ ഉള്ളു. അത് കഴിയുമ്പോൾ ബഡ്ജറ്റ് സെഷൻ വരും. ബഡ്ജറ്റ് എന്നാണ് ഇന്ത്യസ് ബഡ്ജറ്റ് ഈസ് ഗോയിങ് ടു ബി പ്രസന്റഡ് ഓൺ February 1st. It is like that always. Every year on February 1st, Finance Minister of India will present budget, union budget. And just one day before that, India's economic survey will be presented in Indian Parliament. Economic survey. Who is preparing economic survey? Chief Economic Advisor to Government of India. Currently, Chief Economic Advisor to Government of India is Anantha Nageshwaran. He is the man responsible for preparation of economic survey. Economic survey prepare ചെയ്യുന്നവരാണ് ചീഫ് എക്കണോമിക് അഡ്വൈസർ. കറന്റ്ലി ചീഫ് എക്കണോമിക് അഡ്വൈസർ ഈസ് അനന്ത നാഗേശ്വരൻ. ഓക്കെ, അപ്പം ഇന്ത്യയുടെ ബഡ്ജറ്റ് അവതരണത്തിന്റെ തലേ ദിവസമാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഏതാണ് എക്കണോമിക് സർവേ അവതരിപ്പിക്കുന്നത്. പിന്നെ ഒപ്പോസിഷൻ സീക്സ് ഹൈക്കോടതി ജഡ്ജ് ഇംപീച്ച്മെന്റ്. അത് നിങ്ങൾക്ക് ഏത് ജഡ്ജിന്റെ ആണെന്ന് അറിയാൻ ഞാൻ പറഞ്ഞിരുന്നു. അലഹബാദ് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി ഈ ഇടയ്ക്ക് ഹേറ്റ് സ്പീച്ച് നടത്തി. ഹേറ്റ് സ്പീച്ച്, വിദ്വേഷ പ്രസംഗം. Okay, അപ്പം impeachment is the way to remove that judge from that position. Impeachment is the way, as per the Constitution of India, to remove one High Court or Supreme Court judge from his position. Otherwise, another way is there. Chief Justice of India can ask to resign to that particular person. But if he is not ready to resign, the only way before us is to remove him through impeachment as per the കോൺസ്റ്റിറ്റ്യൂഷണൽ നോംസ്. അപ്പൊ അതാണ് ഒപ്പോസിഷൻ ആവശ്യപ്പെട്ടേക്കുന്നത്. പിന്നെ താഴോട്ട് വരുമ്പം ഇതാ ഇവിടെ അത് മോഹൻ യാദവിന്റെ ഒരു ഫോട്ടോ കാണാം. മോഹൻ യാദവ്. ഹു ഈസ് മോഹൻ യാദവ്? മധ്യപ്രദേശ് ചീഫ് മിനിസ്റ്റർ. മധ്യപ്രദേശ്. ഹി കംപ്ലീറ്റഡ് 1 year as chief minister of Madhya Pradesh. That's why an interview published in Hindu newspaper with him. That is this news. അപ്പൊ അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. മോഹൻ യാദവ് ഈസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് മധ്യപ്രദേശ്. പിന്നെ വേറൊന്നും അവിടെ പറയാനില്ല. ഓക്കെ, 1971 വാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് അവിടെയുണ്ട്. 1971 വാർ. ഇന്ത്യ ഡിഫീറ്റഡ് പാകിസ്ഥാൻ ഇൻ 1971 വാർ. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് 1971 വാർ? ത്രൂ 1971 വാർ, East Pakistan was liberated and a new country was created, and that country is Bangladesh. Founder of Bangladesh is Mujibur Rahman. His another name is Bangabandhu. Fondly Bangladeshi people call him Bangabandhu. He is the father of the nation of Bangladesh, Mujibur Rahman. Okay, he requested help of Indira Gandhi to liberate East Pakistan from the clutches of Pakistan. അപ്പം അങ്ങനെ ആണ് ഈ 1971 വാർ കൂടെ ബംഗ്ലാദേശ് ഒക്കെ ഉണ്ടാകുന്നത്. ഇന്ത്യ കോംപ്രഹെൻസീവ്ലി ഡിഫീറ്റഡ് പാകിസ്ഥാൻ ഇൻ ദാറ്റ് വാർ. ഓക്കെ, അപ്പോൾ അത് എന്നെ കമ്മമറേറ്റ് ചെയ്യാൻ വേണ്ടി വിജയ് ദിവസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അതിൽ ബംഗ്ലാദേശിലെ പട്ടാളമൊക്കെ അതിൽ പങ്കെടുക്കാറുണ്ട്. ഇപ്പൊ അവിടെ ചേഞ്ച്ഡ് സർക്കംസ്റ്റാൻസസ് ആണ്. നൗ ദാറ്റ് കൺട്രി ഈസ് ട്രീറ്റിംഗ് ഇന്ത്യ ആസ് ആൻ എനിമി നേഷൻ. സോ ഇറ്റ് ഈസ് നോട്ട് കൺഫേംഡ് വെദർ their army will be part of this year's victory celebration, വിജയ് ദിവസ്. അപ്പൊ അറിഞ്ഞൂടാ. അപ്പം പക്ഷേ ഹിന്ദു റിപ്പോർട്ട് ചെയ്ത് അവർ പങ്കെടുക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ സ്റ്റേറ്റ്സ് പേജിൽ രാജസ്ഥാൻ ചീഫ് മിനിസ്റ്ററിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. ഹു ഇസ് രാജസ്ഥാൻ ചീഫ് മിനിസ്റ്റർ? ഭജൻലാൽ ശർമ്മ is the chief minister of Rajasthan, India's largest state. Rajasthan is the largest state of India area wise, that you all know. And Rajasthan chief minister is Bhajanlal Sharma.
അപ്പം previously Madhya Pradesh was the biggest state in India, but in 2000 when Vajpayee was the Prime Minister of India, Madhya Pradesh was bifurcated into Madhya Pradesh and Chhattisgarh. After that, Madhya Pradesh lost the position of biggest state of India, and now Rajasthan is the biggest state in India. അല്ലേ? അപ്പം ഭജൻലാൽ ശർമ്മയാണ്. ഇനി അതിനടുത്ത പേജിൽ പോകുമ്പോൾ അടുത്ത പേജിൽ ഒന്നുമില്ല പറയാൻ. എല്ലാം ലോക്കൽ ഓരോരോ സ്റ്റേറ്റിലെ ന്യൂസുകൾ, നമുക്ക് ആവശ്യമുള്ളൊന്നുമില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ അല്ലു അർജുൻ അറസ്റ്റ് ചെയ്തതായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് കാണാം. ഇന്ന് രാവിലെ എന്റെ വൈഫ് എന്നോട് ചോദിച്ചു എന്താണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യാൻ കാര്യം എന്ന് വെച്ചു. പുള്ളിക്കാരിക്കൊന്നും അതിന്റെ ഒരു ഡീറ്റെയിൽ മനസ്സിലായില്ല. നിങ്ങൾക്ക് അറിയാമായിരിക്കും അത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ, അത് പുഷ്പ 2 എന്ന് പറഞ്ഞ അല്ലു അർജുന്റെ സിനിമ റിലീസ് ആയപ്പോഴത്തേക്ക് ഒരു തിയേറ്ററിൽ പുള്ളി മുൻകൂട്ടി അറിയിക്കാതെ ചെന്നു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ അല്ലു അർജുൻ പറയുന്നത് മുൻകൂട്ടി അറിയിച്ചിട്ട് തന്നെയാണ് ചെന്നതെന്നാണ്. അപ്പൊ മുൻകൂട്ടി അറിയിക്കാതെ ചെന്നതുകൊണ്ട് അഡ്വക്കേറ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് എടുക്കാൻ പറ്റിയില്ല. അവിടെ വലിയൊരു ക്രൗഡ് ഉണ്ടായിരുന്നു. when they saw അല്ലു അർജുൻ, the crowd എന്താ പറയുന്ന അവിടെ സ്റ്റാമ്പേഡ് ഉണ്ടായി. സ്റ്റാമ്പേഡ് ഹാപ്പൻഡ് ആൻഡ് വുമൻ വാസ് ഡൈഡ് ഡ്യൂറിങ് ദാറ്റ് സ്റ്റാമ്പേഡ്. അപ്പൊ അതാണ് അവിടെ സംഭവിച്ചത്. അപ്പൊ അതിന്റെ കേസ് കൊണ്ട് അല്ലു അർജുൻ തലയിൽ വെച്ചു കൊടുത്തു. അല്ലു അർജുൻ പറയുന്നത് അങ്ങനെ മുൻകൂട്ടി അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പം അതിന് റെസ്പോൺസിബിൾ, ആ ഡെത്തിന് റെസ്പോൺസിബിൾ അല്ലു അർജുൻ ആണെന്നുള്ള പേരിലാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്തത്. അല്ല ശരിയും തെറ്റുമൊക്കെ നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക. ഓക്കെ, എന്തായാലും ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒന്നും ആവശ്യമുള്ളതല്ല. ഓക്കെ, പിന്നെ താഴോട്ട് വരുമ്പോൾ ഒന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പേജിലും ഒന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇന്നത്തെ എഡിറ്റോറിയൽസ് രണ്ടും നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ വെൽക്കം സ്പോട്ട്ലൈറ്റ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ഈ വെൽക്കം സ്പോട്ട്ലൈറ്റ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ മണിപ്പൂരിൽ നടക്കുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 1 year കൂടുതലായിട്ട് മണിപ്പൂരിൽ ഈ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കലാപവുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്ട്രക്ഷൻ ഓഫ് പ്രോപ്പർട്ടീസ്, എവറിത്തിങ് ഷുഡ് ബി ഡോക്യുമെന്റഡ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ബ്രിങ് ഇൻ ടു ദ ഫോക്കസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്ന് സുപ്രീം കോടതി ഗവൺമെന്റുകളോട് ആവശ്യപ്പെട്ടേക്കാണ്, മണിപ്പൂർ ഗവൺമെന്റിനോട്. അതാ hearing a case by petitioners agreed with the unremitting hostilities in Manipur, the Supreme Court of India has directed the Manipur government to disclose details of destroyed and encroached properties following the ethnic violence a year and a half ago. 1.5 വർഷമായിട്ട് നടക്കുന്ന എത്നിക് വയലൻസിൽ എൻക്രോച്ച് ചെയ്യപ്പെട്ട പ്രോപ്പർട്ടീസ്, അതുപോലെ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ട പ്രോപ്പർട്ടീസ്, ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് മണിപ്പൂർ ഗവൺമെന്റിനോട് കൊടുക്കാൻ പറഞ്ഞേക്ക്. ആർക്ക്? സുപ്രീം കോടതിക്ക്. എന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഓൾറെഡി സുപ്രീം കോർട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ പേര് ഗീതാ മിത്തൽ കമ്മിറ്റി എന്നാണ്. ഈ ഗീതാ മിത്തൽ കമ്മിറ്റിയോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻസ് ആയിട്ട് മുമ്പോട്ട് പോകാൻ പറഞ്ഞേക്കാണ്. അവരുടെ മാൻഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോ ഈ ഇത്തരത്തിലുള്ള നടപടികൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് വളരെ നല്ല കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെന്റും അതുപോലെ യൂണിയൻ ഗവൺമെന്റും ഒക്കെ ഫെയിൽഡ് മിസറബിളി ഇൻ എന്താ പറയുക, in carrying out their responsibilities. State chief minister is a disaster, state government is a disaster, and union government is actually capable of containing the violence inside Manipur, but they are not ready to actively involve in that. So both governments, union government and state government, both of them failed miserably in containing the violence in Manipur. So Supreme Court has to act proactively, because once the government fail, then Supreme Court is the only. 1 second. Hello. No, ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ സുപ്രീം കോടതി ആയിരിക്കും ഒരു ലാസ്റ്റ് ഒരു ആശ്രയം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് സുപ്രീം കോടതിക്ക് ഇതിൽ പ്രൊആക്റ്റീവ്ലി ഇടപെടേണ്ടി വന്നു. പക്ഷെ അതുകൊണ്ട് മാത്രവും എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമെന്നും ഒരു ഉറപ്പൊന്നുമില്ല. കാര്യം എന്ന് വെച്ചാല് ഇപ്പം ഒരു സെക്കൻഡ്, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ട്രാക്ക് അങ്ങ് പോയി കോൾ വന്നപ്പോഴത്തേക്ക്. ഇവിടെ ഇപ്പൊ നമുക്കറിയാം അവിടെ ഒരുപാട് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ഉണ്ട്. നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ അവിടുത്തെ ഓരോരോ വേരിയസ് ഇൻസർജന്റ് ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട്. ഈ ഇൻസർജന്റ് ഗ്രൂപ്പുകൾ അവിടെ ഒരു ലോലെസ്നെസ് ആണ്. അപ്പൊ അവിടെ നിയമവാഴ്ച ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പം അവിടുത്തെ ഈ പോലീസ് സ്റ്റേഷനുകളിൽ കയറി ലൂട്ട് ചെയ്തിട്ട് അവിടുത്തെ ആംഡ് ആയിട്ടുള്ള
ഈ മിസക്രൻസ് അല്ലെങ്കിൽ അവിടുത്തെ ഓരോരോ മിലിഷ്യ ഗ്രൂപ്പുകൾ, അവിടുത്തെ ഇൻസർജന്റ് ഗ്രൂപ്പുകൾ അവർ ലൂട്ട് ചെയ്തുകൊണ്ട് പോയി ആ വെപ്പൺസ് ഉപയോഗിച്ചാണ്ട് ഈ അവിടെ റിലേറ്റീവ്ലി ഒരിക്കൽ പോലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ജിരിബാം പോലുള്ള ജില്ലകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പാവപ്പെട്ട കൊച്ചുകുട്ടികളെ 3 മാസം പ്രായമുള്ള കൊച്ചുകുട്ടിയൊക്കെ എടുത്തുകൊണ്ടുപോയി കണ്ണ് കുത്തിപ്പൊട്ടിച്ചൊക്കെയാണ് കൊല്ലുന്നതും കരിച്ചു കളയുന്നു. ഒരു നദിയിൽ കൊണ്ടൊരു കുഞ്ഞിനെ എറിഞ്ഞു കളഞ്ഞു. അതൊക്കെ ഇപ്പൊ റീസെന്റ് നടന്നതാണ്. ബോത്ത് ഓഫ് ദം ആർ ആക്ച്വലി റെസ്പോൺസിബിൾ. കുക്കി കമ്മ്യൂണിറ്റി ആൻഡ് മെയ്റ്റി കമ്മ്യൂണിറ്റി. ഈ കൊച്ചു കുഞ്ഞിനെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത കുക്കി കമ്മ്യൂണിറ്റിക്കാരാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ അവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനൊന്ന് ഇഫക്റ്റീവായിട്ട് ഇടപെടാനോ ഈ രണ്ട് കമ്മ്യൂണിറ്റീസിന്റെ ഇടയിൽ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനോ സ്റ്റേറ്റ് ഗവൺമെന്റിനും കഴിയുന്നില്ല. ഓക്കെ, അപ്പൊ കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടായത് കൊണ്ട് മാത്രം ഒരു സീ ഓഫ് ചേഞ്ച് അവിടെ ഉണ്ടാകും നമുക്ക് ഒരിക്കലും വിശ്വസിക്കാനും പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ നല്ലത്. എന്തായാലും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായി. അതാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. ഇതല്ലാതെ വേറെ വലിയ കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് പറയാനില്ല. ഓക്കെ, വേറെ ഒരു കാര്യം അവിടെ പറയാനില്ല, ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ ഇതിൽ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ഈ ഗീതാ മിത്തൽ കമ്മിറ്റി ഉണ്ടല്ലോ, ഈ കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ പരസ്യമാക്കാൻ പറ്റൂല, കാരണം ഇത് നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന വിഷയമാണെന്ന് ഇന്ത്യയുടെ അറ്റോർണി ജനറലും സോളിസിറ്റർ ജനറലൊക്കെ പോലുള്ള ആൾക്കാർ സുപ്രീം കോടതിയിൽ സ്റ്റാൻഡ് എടുത്തു. പക്ഷെ അത്തരത്തിലുള്ള സ്റ്റാൻഡുകൾ ഒരിക്കലും സുപ്രീം കോടതി അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഇത് ഈ നാഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന സംഭവത്തിന്റെ അല്ലെങ്കിൽ ദേശീയ താല്പര്യം, ദേശീയ സുരക്ഷയൊക്കെ മുൻനിർത്തി അതിന്റെ പേരിൽ അതിന്റെ ബാക്കിൽ ഒളിച്ച് പല കാര്യങ്ങളും വെളിയിൽ വരാൻ സമ്മതിക്കാതെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് സ്ഥിരം പരിപാടിയാണെന്നാണ് ഈ എഡിറ്റോറിയൽ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നാഷണൽ സെക്യൂരിറ്റിയുടെ പേരും പറഞ്ഞ് ഈ ഫാക്ട് ഫൈൻഡിങ് ടീമിന്റെ ഗീതാ മിത്തൽ എന്ന് പറയുന്ന ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ടീമിന്റെ ഇൻവെസ്റ്റിഗേഷൻസിന്റെ ഡീറ്റെയിൽസ് പുറത്തു വരാൻ അനുവദിക്കാതെ ഒരിക്കലും സുപ്രീം കോടതി ഇരിക്കരുത് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ എഡിറ്റോറിയൽ ബിയോണ്ട് ഫെയ്ത്ത് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. ഈ ബിയോണ്ട് ഫെയ്ത്ത് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ ഇന്ത്യക്കകത്ത് ഒരു പാർട്ടിയുണ്ട്, SAD എന്ന പാർട്ടിയുടെ പേര് SAD. They were ruling Punjab once, but they are now a much weakened party. എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 3 times ആയിട്ട് they are not in power in Punjab. Now in Punjab, Aam Aadmi Party is one of the biggest political forces in Punjab. After their coming of power in Punjab, Shiromani Akali Dal SAD almost lost grip among the Punjabi population. SAD Shiromani Akali Dal. Actually ഈ പാർട്ടിയെ കുറിച്ചാണ് ഈ എഡിറ്റോറിയലിനകത്ത് പറയുന്നത്. ഈ പാർട്ടിയെ കുറിച്ച് മാത്രമല്ല, ഇവിടുത്തെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയൊക്കെ പോലെ ആക്ച്വലി ഇതിൽ പ്രിഡോമിനന്റ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ BJP ഒക്കെ പോലുള്ള പാർട്ടിയെ പോലെ പ്രിഡോമിനന്റ്ലി ഇത് ഇപ്പൊ മുസ്ലിം ലീഗിൽ മുസ്ലിംസാ കൂടുതലുള്ളത്, BJPയിൽ കൂടുതൽ ഹിന്ദുസാ ഉള്ളത്, അതുപോലെ SADയിൽ കൂടുതൽ സിഖുകാരാ ഉള്ളത്. അപ്പൊ സിഖുകാരുടെ റിലീജിയസ് അഫയേഴ്സ് പിന്നീട് നോക്കി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു അകാൽ തഖ്ത് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ശിരോമണി ഗുരുദ്വാര പ്രബന്ധ് കമ്മിറ്റി അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങളുണ്ട് സിഖുകാരുടെ ഇടയിൽ. അതൊക്കെയാണ് അവിടുത്തെ റിലീജിയസ് അഫയേഴ്സ് നോക്കി നടത്തുന്നത്. അപ്പൊ ഈ ശിരോമണി അകാൽ ദൾ എന്ന പാർട്ടിയുടെ ഇപ്പോഴത്തെ ചീഫിന്റെ പേര് സുഖ്ബീർ സിംഗ് ബാദൽ എന്നാണ്. ഈ സുഖ്ബീർ സിംഗ് ബാദൽ എന്തോ മതപരമായിട്ടുള്ള തെറ്റ് ചെയ്തു എന്നുള്ള പേരില് ഇയാളെടുത്ത് പ്രായച്ചിത്തം ചെയ്യണമെന്ന് ഈ പറഞ്ഞ അകാൽ തഖ്ത്, അതുപോലെ ശിരോമണി SPGC ശിരോമണി പ്രബന്ധ് ഗുരുദ്വാര കമ്മിറ്റി അങ്ങനത്തോ ആണ്, അവരൊക്കെ പറഞ്ഞു. അപ്പൊ ഇയാൾ ചെയ്യേണ്ടത് സുവർണ ക്ഷേത്രത്തിൽ ഗോൾഡൻ ടെമ്പിൾ, അതാണല്ലോ സിഖുകാരുടെ ഏറ്റവും വലിയ ആരാധനാ കേന്ദ്രം, അവിടെ പോയിട്ട് സർവീസ് ചെയ്യണം. സർവീസ് എന്ന് വെച്ചാൽ അവിടെ നമ്മളിപ്പം ഞാൻ പോയിട്ടുണ്ട് ഗോൾഡൻ ടെമ്പിളിൽ, നമുക്ക് അവിടെ പോയി അവിടുത്തെ യൂട്ടൻസിൽസ് വൃത്തിയാക്കുക, അവിടെ വെജിറ്റബിൾസ് അരിഞ്ഞു കൊടുക്കുക, അവിടെ ഫുഡ് എപ്പോഴും അവിടെ വരുന്ന എല്ലാവരും കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് അവിടുത്തെ സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലുള്ള ക്ലീനിങ് ചെയ്യുക. അപ്പൊ ഈ സർവീസിൽ എൻഗേജ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു എക്സ്ട്രീമിസ്റ്റ് തിങ്കിങ് ഉള്ള ഒരു സിഖുകാരൻ വന്നിട്ട് അദ്ദേഹത്തിന് വെടിവെച്ചപ്പോൾ അത് അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരെ വെടിവെക്കുന്നത് തടയാൻ പറ്റിയത് കൊണ്ട് പുള്ളി മരിക്കാതെ രക്ഷപ്പെട്ടു. അപ്പൊ ഇതില് ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എഡിറ്റോറിയൽ പറയുന്ന വെച്ചാൽ ഒന്നാമത്തെ കാര്യം, അതുപോലെ ഈ അകാൽ തഖ്ത് എന്ന് പറയുന്ന സംഭവം, ഈ സിഖുകാരുടെ മതപരമായിട്ടുള്ള സംഘടന ഈ SADയുടെ ചീഫ് പൊസിഷനിൽ നിന്നും അതല്ലെങ്കിൽ ശിരോമണി ഗുരുദ്വാര പ്രബന്ധ് കമ്മിറ്റിയുടെ ചീഫൊക്കെ ആയിരുന്നു, അങ്ങനെ ആ പൊസിഷനൊക്കെ ഈ സുഖ്ബീർ സിംഗ് ബാദൽ മാറണമെന്ന് പറഞ്ഞു.
അപ്പൊ ഇതിന്റെ അകത്ത് പറയുന്നത്, ഈ എഡിറ്റോറിയലിനകത്ത് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ പറയാൻ ഒരു മതപരമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് അധികാരമില്ല. കാര്യം ഇന്ത്യക്കകത്ത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ശിരോമണി അകാലിദൾ എന്ന് പറഞ്ഞ പാർട്ടി. ഇന്ത്യ സെക്യുലർ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പൊ സെക്യുലർ ആയിട്ടുള്ള രാജ്യത്ത് സെക്യുലർ ഭരണഘടനയ്ക്കകത്ത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത് ഇവിടുത്തെ ഇലക്ഷനിൽ മത്സരിച്ച് എല്ലാ വിഭാഗം ആൾക്കാരുടെ വോട്ട് നേടുന്ന ഒരു പാർട്ടിയോട് ഒരു മതകാര്യ സംഘടന പറയുന്നു, നിങ്ങളെ നിയന്ത്രിക്കുന്നത് ഞങ്ങളാണ്, അതുകൊണ്ട് നിങ്ങളുടെ ചീഫ് ഇന്ന ആളായിരിക്കണം, നിങ്ങൾ ഇന്ന രീതിയിൽ പെരുമാറണം എന്ന് പറയുകയാണ്. അതിപ്പോ പഞ്ചാബിലെ സിഖുകാരുടെ പാർട്ടി പറഞ്ഞാലും കേരളത്തിലെ മുസ്ലിങ്ങളുടെ പാർട്ടി പറഞ്ഞാലും ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ പാർട്ടി പറഞ്ഞാലും ഒക്കെ അത് തെറ്റാണ്. അപ്പൊ ഇത്തരം ഈ മതകാര്യ പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഡേ ടു ഡേ അഫയേഴ്സിൽ ഇടപെടുന്നത് ഇന്ത്യയുടെ സെക്യുലർ ഫാബ്രിക്കിന് എത്രത്തോളം ഡിസ്ട്രക്ഷൻസ് വരുത്തും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഈ SID ശിരോമണി അകാലിദൾ എന്ന് പറയുന്ന പാർട്ടിയുടെ ഡെയിലി അഫയേഴ്സിൽ അകാൽ തഖ്ത് എന്ന് പറയുന്ന പഞ്ചാബിലെ സിഖുകാരുടെ മതസംഘടന ഇടപെട്ടതിന്റെ ഒരു ഇതെന്ന് പറയുക എന്നുള്ള രീതിയിലാണ് ഈ എഡിറ്റോറിയൽ പറഞ്ഞത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണെന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. അപ്പൊ അത് അതുകൊണ്ട് തന്നെ ഈ എഡിറ്റോറിയൽ നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. കാര്യം പൊളിറ്റിക്കൽ എഡിറ്റോറിയലാണ്, പക്ഷെ അതിനൊരു എന്താ പറയുക അത്രത്തോളം ഭയങ്കര റിലവൻസ് ഉള്ള ഒരു റിലവൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ റിലവൻസ് ഉണ്ടോ. ഒബ്വിയസ്ലി ആക്ച്വലി ഈവൻ നമ്മളുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് വരെ അല്ലെങ്കിൽ പൊളിറ്റിക്കായിട്ട് വരെ ബന്ധമുണ്ട് ഈ എഡിറ്റോറിയലിന്. കാരണം എന്ന് വെച്ചാൽ ഇതില് ഇലക്ഷനെ കുറിച്ച് വരുന്നുണ്ട്, സെക്യുലറിസത്തിനെ കുറിച്ച് വരുന്നുണ്ട്, എല്ലാത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹലോ, എത്തിയ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതാണ് രണ്ടാമത്തെ എഡിറ്റോറിയൽ പറഞ്ഞത്. പിന്നെ ഈ ഒരു ആർട്ടിക്കിൾ വൂണ്ടിങ് ദ സ്പിരിറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ കാണാം. ആക്ച്വലി ഇതിന് ആക്ടിവിസ്റ്റ് എഴുതിയിരിക്കുന്ന എഡിറ്റോറിയലാണ്, ആർട്ടിക്കിളാണ്. ഇതിനകത്ത് യഥാർത്ഥത്തില് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എടുത്തിരിക്കുന്ന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാലേ പ്രിയാമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്ന. അപ്പൊ നമ്മളാണ് ഇതിന്റെ അകത്ത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിനെ കുറിച്ച് അങ്ങോട്ട് പറയുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണ് അപ്ഹോൾഡ് ചെയ്യുന്നത് നമ്മൾ പറയാണ്. സെക്യുലറിസം, സോഷ്യലിസം, അതുപോലെ ഫ്രറ്റേണിറ്റി, അതുപോലുള്ള കാര്യങ്ങളാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പ്രിയാമ്പിളിന്റെ അകത്ത് നമ്മൾ അപ്ഹോൾഡ് ചെയ്യുന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മളതെല്ലാം ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് എല്ലാം അപ്ഹോൾഡ് ചെയ്യുന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാര് നമ്മൾ ചില കാര്യങ്ങളിൽ പക്ഷെ നമ്മളത് കണ്ടില്ല എന്നടിക്കുന്നു. നമ്മളും കൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ നമ്മൾ റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ കണ്ടന്റ്. അതായത് നമ്മളുടെ ഈ അലഹബാദ് ഹൈക്കോർട്ടിലെ ജഡ്ജി ഇപ്പോ നടത്തിയ ഹെയ്റ്റ് സ്പീച്ച്, അത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഇരുന്നുകൊണ്ടാണ് ആ ഹെയ്റ്റ് സ്പീച്ച് നടത്തിയത്. അതായത് ഒരു ഹൈക്കോടതിയിലെ ജഡ്ജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ. ഹി ഈസ് ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ഡെലിവറിംഗ് ജസ്റ്റിസ് ടു പീപ്പിൾ ഓഫ് ഇന്ത്യ ഇറസ്പെക്റ്റീവ് ഓഫ് ഹിസ് കാസ്റ്റ്, ക്രീഡ് ഓർ റിലീജിയൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു പൊസിഷൻ ഇരുന്നുകൊണ്ട് ഒരാൾ ഹെയ്റ്റ് സ്പീച്ച് നടത്തുന്നത്, എസ്പെഷ്യലി അഗേൻസ്റ്റ് എ പർട്ടിക്കുലർ റിലീജിയസ് കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ, then how can we expect justice from him? That is the question. അപ്പം അങ്ങനെയുള്ള ആളിനെ ബാക്ക് ചെയ്യുന്ന ആൾക്കാരെ ഒക്കെ നമ്മൾ ടോട്ടലി ക്രിട്ടിസൈസ് ചെയ്ത് നമ്മളുടെ എന്താ പറയുന്ന അവര് ചെയ്ത തെറ്റിന്റെ ഗ്രാവിറ്റിക്ക് അനുസരിച്ച് അവർക്ക് പണിഷ്മെന്റ് കൊടുക്കാൻ നമ്മൾ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഭരണഘടന അപ്ഹോൾഡ് ചെയ്യുന്നത് എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ ഈ പ്രിയാമ്പിളിൽ പറഞ്ഞ പോലെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളപ്പോ യഥാർത്ഥത്തിൽ പ്രവൃത്തിപഥത്തിൽ വരുത്താൻ നമുക്കും കൂടെ റെസ്പോൺസിബിലിറ്റി ഇല്ലേ? അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ട ആൾക്കാരല്ലേ ഇവിടുത്തെ ഓരോ കോമൺ മാനും എന്നുള്ള രീതിയിൽ. അല്ല കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്ത് കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളിൽ പിടിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റ് എന്താ പറയുന്നത് ഇൻഡെപ്ത് കോൺസ്റ്റിറ്റ്യൂഷനിലെ കാര്യങ്ങളിലേക്കൊന്നും ഈ ആർട്ടിക്കിളിൻ്റെ അത് പോകുന്നില്ല. സത്യത്തിൽ ഇത് ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ ജഡ്ജിയുടെ റാന്റ് എഗെയിൻസ്റ്റ് എ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി നമുക്കറിയാം, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അഗേൻസ്റ്റ് ആയിട്ടാണ്. യൂണിഫോം സിവിൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പീച്ച് അലഹബാദ് ഹൈക്കോർട്ടിന്റെ വളപ്പിൽ VHP വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ചപ്പോൾ ആ
കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ട് യൂണിഫോം സിവിൽ കോഡിന്, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലെ ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പല പരാമർശങ്ങൾ ആന്റി മുസ്ലിം ആയി പോയി, ഒരു ഹേറ്റ് സ്പീച്ച് ലെവലിലേക്ക് പോയി. അപ്പം അത് ഒരു വലിയ എന്താ പറയുന്ന ഒരു പ്രതിഷേധത്തിന്റെ പേരിൽ ഇന്ത്യക്കകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെ അദ്ദേഹത്തിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. അദ്ദേഹത്തിനെല്ലാം ക്രിട്ടിസൈസ് നമ്മളെല്ലാം ഇത്തരം സിറ്റുവേഷൻ ഉണ്ടാകുന്നതിന് റെസ്പോൺസിബിൾ ആണെന്ന രീതിയിലാണ് അവർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി താഴോട്ട് വരുമ്പം ട്രംപ്സ് റിട്ടേൺ ആൻഡ് ദ സൗത്ത് ഏഷ്യ ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ. ഇത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളത് അതാണ്. ഈ ട്രംപ് അമേരിക്കയിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചു വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോണെന്ന് ഒക്കെ. അപ്പൊ അത് മിനിഞ്ഞാന്നതിന്റെ തലേന്ന് കണ്ട് ഇതുപോലെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് ഡിസ്കസ് ചെയ്താണ്. പക്ഷെ ഇതിലിപ്പം ആകെപ്പാടെ ഫോക്കസ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഫോക്കസ് സൗത്ത് ഏഷ്യ ആണെന്നേ ഉള്ളൂ. സൗത്ത് ഏഷ്യ എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഇന്ത്യ. ബിക്കോസ് സൗത്ത് ഏഷ്യ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, മാൽദീവ്സ്, ബംഗ്ലാദേശ് ഒക്കെയാണ്. അപ്പൊ അതില് ഒബ്വിയസ്ലി ഇന്ത്യ ഇസ് ദ പിവറ്റൽ പോയിന്റ് ഇൻ സൗത്ത് ഏഷ്യ ആൻഡ് ഇന്ത്യ ഇസ് ദ സ്ട്രോങ്സ്റ്റ് കൺട്രി ഇൻ സൗത്ത് ഏഷ്യ. സോ അമേരിക്കയുടെ സൗത്ത് ഏഷ്യൻ നയങ്ങൾ എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി എപ്പോഴും ഇന്ത്യ സെൻട്രിക് ആയിരിക്കും. എസ്പെഷ്യലി വെൻ ഡൊണാൾഡ് ട്രംപ് കംസ് ടു പവർ ഇൻ USA, then he will give more importance to India. അദ്ദേഹത്തിന് ഇൻഡോ പസഫിക് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ത്യയെ മുൻനിർത്തിക്കൊണ്ടുള്ളതാണ്, ചൈനയെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ സൗത്ത് ഏഷ്യൻ സ്ട്രാറ്റജിയിൽ ഇപ്പൊ ട്രംപിന്റെ പ്രസിഡൻസി, വെൻ ട്രംപ് അസ്യൂംസ് പ്രസിഡൻസി ഓഫ് USA, some disruptions will happen around the globe in diplomatic relationships. But in the case of South Asia, we can expect a status quo because he is not going to take anything against South Asia or ഇവിടുത്തെ ഒരു ഇക്വിലിബ്രിയം, ഇവിടുത്തെ ഒരു സ്റ്റാറ്റസ് കോയെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡിസിഷൻസ് ഒന്നും എടുക്കാൻ പോകുന്നില്ല. ബിക്കോസ് his policies are more aligned to South Asian countries, especially to India. അപ്പൊ അത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് ഈ സൗത്ത് ഏഷ്യൻ കൺട്രീസിലൊക്കെ കൂടുതൽ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ ഉള്ള പോളിസീസ് തന്നെ തുടരും. ഒപ്പം കൂടുതൽ അനുകൂലമായിട്ടുള്ള പോളിസീസ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അല്ലാതെ ഒരിക്കലും ഒരു വലിയ ഡിസ്റപ്ഷൻ സൗത്ത് ഏഷ്യൻ പോളിസിയിൽ ട്രംപിന്റെ പ്രസിഡൻസി വരുമ്പോൾ ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഗ്രൗണ്ട് സീറോ ഒക്കെയാണ്, അതൊന്നും നമുക്ക് വേണ്ട. പിന്നെ ഈ പേജൊക്കെ എന്ന് വെച്ചാൽ ഒരു ആവശ്യമില്ലാത്ത കാര്യമല്ല, പൊളിറ്റിക്സ് ആണ്. നമുക്കിപ്പം തൽക്കാലം അതിന്റെ ഒന്നും ആവശ്യമില്ല. ജഗദീപ് ധൻഖർ, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കെതിരെ ഇപ്പോൾ ഒരു അദ്ദേഹത്തിന് റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മോഷനൊക്കെ അവിടുത്തെ ഓപ്പോസിഷൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളൊക്കെ ഇവിടെ ഉണ്ട്. അതെല്ലാം വേറെ ഒന്നുമില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ ഈസ് ഗോയിങ് ടു വിസിറ്റ് ഇന്ത്യ ഫ്രം December 15 to December 17. That means he will come to India tomorrow, because tomorrow is December 15. There is a tradition in Sri Lanka. Once a new president comes to power in Sri Lanka, his first official visit will be to India. ഇപ്പം ശ്രീലങ്കയ്ക്ക് വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസിലാണ്. സോ India is the biggest donor of Sri Lanka, and Sri Lanka is getting a lot of financial assistance from IMF. For getting IMF fund also, India is the backer. അപ്പം IMFന്റെ ഫണ്ട് കിട്ടാനും കുറെ രാജ്യങ്ങളുടെ ബാക്കപ്പ് ഒക്കെ വേണം. അതിനുള്ള ബാക്കിംഗ് കൊടുക്കുന്ന രാജ്യം ഇന്ത്യയാണ്. പിന്നെ ഒരുപാട് അവിടെ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. അദാനി ഗ്രൂപ്പ് പോലുള്ള ഗ്രൂപ്പുകളൊക്കെ ഭയങ്കരമായിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദാനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് US ഇൻഡിക്മെന്റ് ഒക്കെ ഉണ്ടായപ്പോൾ സം കൺട്രീസ് decided to scrap such kind of projects by Adani Group, but Sri Lanka decided to stand by Adani's investment, especially in the sector of power and port sector. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അനദർ കണ്ടൻഷ്യസ് ഇഷ്യൂ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ശ്രീലങ്ക ഈസ് ദ ഫിഷർമെൻ ഇഷ്യൂ. തമിഴ്നാട് ഫിഷർമെൻ are getting arrested by Sri Lankan Navy because of the violation of marital boundary. അപ്പം അത് പലപ്പോഴും ബോട്ടം ട്രോളിംഗ് ഒക്കെ നടത്താൻ വേണ്ടി നമ്മളുടെ രാമേശ്വരത്തെയും ധനുഷ്കോടിയിലേക്ക് ഫിഷർമെൻ ശ്രീലങ്കൻ വാട്ടേഴ്സിലേക്ക് പോകും. They are getting arrested there, and it is creating fissures between India and Sri Lanka, not India and Sri Lanka, Tamil Nadu and Sri Lanka. Precisely speaking, Tamil Nadu and Sri Lanka. Tamil Nadu Chief Minister M.K. Stalin is always issuing statements against Sri Lankan Navy, Sri Lankan government, etc. And he is requesting India government to take this matter with the President of Sri Lanka once he comes to India for official visit. അപ്പം അതൊക്കെ അവിടെ ചർച്ചയാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെയാണ് നീ പറയുന്നത്. പിന്നെ ഇടയ്ക്ക് വെച്ചൊരു വിവാദമായത് പറഞ്ഞിട്ടുള്ളതാണ്. MS സുബ്ബലക്ഷ്മി
ഇന്ത്യയുടെ ഭാരതരത്ന കിട്ടിയ ക്ലാസിക്കൽ കർണാട്ടിക് സിംഗർ ആണ്. അവർ മരിച്ചുപോയി. അവരുടെ പേരിലുള്ള അവാർഡ് TM കൃഷ്ണ എന്ന് പറയുന്ന വേറൊരു സിംഗറിന് കൊടുക്കുന്ന, കർണാട്ടിക് മ്യൂസീഷ്യന് കൊടുക്കുന്നത്. TM കൃഷ്ണ വാസ് വോക്കൽ ക്രിട്ടിക് ഓഫ് സുബ്ബലക്ഷ്മി ആൻഡ് ബ്രാഹ്മണിക്കൽ ഹെഗമണി ഇൻ കർണാട്ടിക് മ്യൂസിക്. അതുകൊണ്ട് തന്നെ അവരുടെ പേരിലുള്ള അവാർഡ് അയാൾക്ക് TM കൃഷ്ണയ്ക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞ വിവാദമൊക്കെ ഇപ്പൊ ചെന്നൈ മദ്രാസ് ഹൈക്കോടതി പറഞ്ഞേക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അവാർഡ് കൊടുക്കുന്നതിന് കൊടുക്കാൻ പറഞ്ഞേക്കാണ്. അപ്പൊ അതാണ് TM കൃഷ്ണ എന്ന് പറഞ്ഞാൽ മാക്സസെ അവാർഡ് വിൻ ചെയ്ത ഒരു കർണാട്ടിക് മ്യൂസീഷ്യനാണ്. മാക്സസെ അവാർഡ് എന്ന് പറഞ്ഞാൽ ഏഷ്യൻ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്ന ഫിലിപ്പൈൻസിൽ നിന്ന് കൊടുക്കുന്ന അവാർഡാണ്. മാക്സസെ അവാർഡ് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്നാണ് ഏഷ്യൻ നോബൽ പ്രൈസ്. ഓക്കെ, പിന്നെ താഴോട്ട് വരുമ്പം ചീഫ് സെക്രട്ടറിമാരുടെ ഒരു കോൺഫറൻസ് പ്രൈം മിനിസ്റ്റർ അഡ്രസ് ചെയ്യും. അത് ഡൽഹിയിൽ വെച്ചാണ്. ചീഫ് സെക്രട്ടറി ഉണ്ടല്ലോ, ഓരോ സ്റ്റേറ്റിനും ചീഫ് സെക്രട്ടറി ഉണ്ട്, കേരളത്തിനും ചീഫ് സെക്രട്ടറി ഉണ്ട്. സോ ചീഫ് സെക്രട്ടറീസ് കോൺഫറൻസ് ഈസ് going to be conducted in Delhi. Prime Minister will address that conference. അങ്ങനെ ഒരു ന്യൂസും ഇവിടെ കാണാം. പിന്നെ താഴോട്ട് വരുമ്പോൾ വേറെ ഒന്നുമില്ല. അതിനടുത്ത പേജ് പോകുമ്പോൾ മഹാകുംഭമേള 2025 ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യും ഉത്തർപ്രദേശിൽ. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രിപ്പറേഷൻസിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഉത്തർപ്രദേശിൽ എവിടെയാണ്? പ്രയാഗ്രാജ് ഉത്തർപ്രദേശ്. പിന്നെ WHO ഒരു റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് ഓരോ അവറിലും ഓരോ മണിക്കൂറിനും 30 പേര് വെച്ച് മുങ്ങി മരിക്കുകയാണെന്നാണ്, ഡ്രൗൺ ചെയ്ത് മരിക്കുന്നത്. 30 people per hour as per a latest report of WHO, World Health Organization. Per hour 30 people are drowning എന്നാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അതിലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ മുങ്ങി മരണങ്ങൾ നടക്കുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും സൗത്ത് ഏഷ്യയിലുമായിട്ടാണ്. ഇന്ത്യയിലൊക്കെയും ഒരുപാട് അത്തരത്തിലുള്ള മരണങ്ങൾ നടക്കുന്നത്. അതിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ്. WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഇറ്റ് ഈസ് എ UN ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ് ഇൻ ജനീവ. ജനീവ ഈസ് ഇൻ സ്വിറ്റ്സർലാൻഡ്. WHO ചീഫ് ഈസ് ടെഡ്രോസ് അദ്നം ഗബ്രിയേശൂസ്. ടെഡ്രോസ് അദ്നം ഗബ്രിയേശൂസ് ഈസ് ദ ചീഫ് ഓഫ് WHO. ടെഡ്രോസ് അദ്നം ഗബ്രിയേശൂസ്. SPG കുറിച്ചൊരു ന്യൂസ് ആണ്. SPG സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് is a dedicated agency for providing security to Indian Prime Minister. Their only mandate is to provide security to Indian Prime Minister. SPG സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, അവർക്ക് അത് മാത്രമേ ഉള്ളൂ ജോലി, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പ്രൊട്ടക്ട് ചെയ്യുക. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് SPG. പിന്നെ ബിസിനസ് പേജിലേക്ക് വരുമ്പോൾ ഫിച്ച് പോലുള്ള ഏജൻസീസ് ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് ഈ വർഷം കുറയും എന്ന് പറഞ്ഞേക്കുന്നത് നമുക്ക് അറിയാം ഓൾറെഡി. ബിക്കോസ് Q2 quarter 2 of GDP growth figures now released by NSO, National Statistical Office. So India's Q2 GDP growth figure is 5.4%. It is less than expected. That's why total full financial year GDP growth rate forecast has been revised by many of the agencies, including Reserve Bank of India, to 6.5%, 6.4% range. അപ്പൊ അത് ഓരോരുത്തരും ഓരോരോ റേറ്റാ പറഞ്ഞത്. ചിലർ 6.5 പറയുന്നുണ്ട്, ചിലർ 6.4 പറയുന്നുണ്ട്. ഫിച്ച് ഈസ് ആൻ ഇന്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ബേസ്ഡ് ഇൻ USA, United States of America. Fitch is an international credit rating agency based in United States of America. As per Fitch, India's GDP growth rate will be 6.4% only. അത് ഈ വർഷം 6.4% ആയിട്ട് കുറയുന്നവർ പറഞ്ഞു. ചിലപ്പോൾ ഏതെങ്കിലും എക്സാമിനൊക്കെ ചോദിക്കാം. ആസ് പെർ ദ ലേറ്റസ്റ്റ് ഫോർകാസ്റ്റിംഗ് ഓഫ് ഫിച്ച്, India's GDP growth rate for the financial year 2024-25 will be dash 6.4%. പിന്നെ MFN എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഫേവേർഡ് നേഷൻ. ഈ ട്രേഡ് ഒക്കെ നടക്കുമ്പം രണ്ട് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു സ്റ്റാറ്റസ് ആണ് MFN, മോസ്റ്റ് ഫേവേർഡ് നേഷൻ സ്റ്റാറ്റസ്. ഈ ട്രേഡിലെ സമയത്ത് ചില ടാക്സ് അഡ്വാൻറ്റേജ് ഒക്കെ കിട്ടും. ഇഫ് എ നേഷൻ ഈസ് പ്രൊവൈഡിങ് MFN status to the other nation, once trade is happening between these two nations, the traders will get some kind of tax incentives, tax exemptions, etc. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് സ്വിറ്റ്സർലൻഡിനും ഇന്ത്യക്ക് ഇടയിൽ MFN സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യ ഈ ഇടയ്ക്ക് MFN സ്റ്റാറ്റസ് സ്വിറ്റ്സർലൻഡിനെ പിൻവലിക്കുക, അങ്ങനെ തിരിച്ച് സ്വിറ്റ്സർലൻഡ് ഇന്ത്യയുടെ പിൻവലിക്കുക, അങ്ങനെ എന്തൊക്കെയോ ചെയ്തു. അതിനെ കുറിച്ചൊരു ന്യൂസ് ആണ്. അപ്പൊ അത് വായിച്ചു നോക്കിയാൽ അതിന്റെ അകത്ത് ഒരു എഗ്രിമെന്റിനെ കുറിച്ചുണ്ട്. DTAA യുടെ എക്സ്പാൻഷൻ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് എന്നാണ്. DTAA എന്താണ്?
ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ്. ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ്. JP നദ്ദ, ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്റ്ററിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. ഹെൽത്ത് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ JP നദ്ദ. നെക്സ്റ്റ് പേജിൽ പോകുമ്പോ നമ്മളുടെ വേൾഡ് പേജിൽ എല്ലാ ദിവസത്തെ ന്യൂസുകൾ തന്നെ റഷ്യ യുക്രൈൻ വാറിനെ കുറിച്ച്, അതുപോലെ ഇസ്രായേല് സിറിയയിൽ ഇപ്പം അറ്റാക്ക് തുടങ്ങി അതിനെ കുറിച്ച്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഫ്രാൻസിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഫ്രാങ്കോയിസ് ബൈറു BAYROU അപ്പോയിന്റഡ് ആയി. ഫ്രാൻസിന് പ്രാധാന്യം പ്രൈം മിനിസ്റ്റർ അല്ല, പ്രസിഡന്റ് ആണ്. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ആണ്. അദ്ദേഹമാണ് ഫ്രാങ്കോയിസ് ബൈറൂവിനെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തത്. ജസ്റ്റ് പ്രൈം മിനിസ്റ്റർ പേര് നടന്നിരിക്കുക. കോൺസ്റ്റിറ്റ്യൂഷണലി ദ പവർ സെന്റർ ഓഫ് ഫ്രാൻസ് ഈസ് പ്രസിഡന്റ് ഓൺലി, ദാറ്റ് ഈസ് ഇമാനുവൽ മാക്രോൺ. സോ ഇമാനുവൽ മാക്രോണിന്റെ പേരാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇത് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആണ്. പിന്നെ വീക്കെൻഡ് സ്പോർട്സ് ആണെന്ന് വേണ്ട. സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ ഗുഗേഷിന്റെ വിക്ടറിയെ കുറിച്ചുള്ള, ഗുഗേഷ് വേൾഡ് ചാമ്പ്യൻ ആയതിനെ കുറിച്ചുള്ള ന്യൂസുകളാണ് കൂടുതലും ഉള്ളത്. പിന്നെ സയ്യദ് മുഷ്താഖ് അലി ട്രോഫി, ഇന്ത്യയുടെ ഡൊമസ്റ്റിക് T20 ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ മുംബൈ കയറുന്നതിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. അത് ഫൈനലി ആര് വിൻ ചെയ്യുന്നത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. താങ്ക് യു.